പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PNC മാത്സ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എത്ര വിദ്യാർത്ഥികളാണ് ജോയിൻ ചെയ്തത്, സീറ്റ് വേക്കൻസി എങ്ങനെയാണുള്ളത്, അതുപോലെ തന്നെ LBSൽ ഇനി എത്ര അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ വീഡിയോ വഴി വിശദീകരിക്കപ്പെടുന്നത്. PNC മാത്സ് BSc നഴ്സിംഗ് അഡ്മിഷന് വേണ്ടിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് 29/8/2024 പ്രസിദ്ധീകരിക്കപ്പെടുക. LBS ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് ഫീ പേയ്മെൻറ്റ് നടത്താവുന്ന ലാസ്റ്റ് ഡേറ്റും 29/8/2024 തന്നെയാണ്. LBSൽ സാധ്യതയുള്ള വിദ്യാർത്ഥികൾ വെറുതെ PNC മാക്കിൽ ഫീ പേയ്മെൻറ്റ് നടത്തി ജോയിൻ ചെയ്യുന്നത് ഒഴിവാക്കി പരമാവധി ഇൻഡെക്സ് കുറവുള്ള വിദ്യാർത്ഥികൾക്ക് PNC മാക്കിൽ ലഭിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ PNC മാക്കിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നീട്ടിയിരിക്കുന്നത്. കൂടാതെ LBSൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് 1/9/2024 പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. PNC മാക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം കോളേജുകളിൽ ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്താൽ ആ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും കോളേജുകളിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമാണ് ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്രീൻ കളറിൽ കാണുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള വിദ്യാർത്ഥികളൊന്നും ജോയിൻ ചെയ്തവരല്ല. ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം കോളേജുകളിൽ നേരിട്ട് പോയി സർട്ടിഫിക്കറ്റ്സ് എല്ലാം നൽകി ജോയിൻ ചെയ്ത, ബാക്കിയുള്ള ഫീസും നൽകി ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സീറ്റ് കൺഫേംഡ് ആയിട്ടുള്ളത്. ഫീ പേയ്മെൻറ്റ് നടത്താത്ത വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തായിട്ട് പോകുന്നതാണ്. എന്നാൽ ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സീറ്റ് നഷ്ടപ്പെടാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ അവർക്ക് വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അവർ നൽകിയിട്ടുള്ള ഹയർ ഓപ്ഷനിൽ ലഭിക്കാനുള്ള ഇൻഡെക്സ് ഉണ്ട് എങ്കിൽ ആ കോളേജുകളിലേക്ക് ലഭിക്കുന്നതാണ്. ഇനി അതല്ല, അതിനുള്ള ഇൻഡെക്സ് വരാതെ വരുമ്പോൾ പിന്നീട് അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിലായിരിക്കും സാധ്യത വരുന്നത്. സാധാരണ 4, 5, 6 അലോട്ട്മെൻറ്റുകളൊക്കെ PNC മാക്കിൽ ഉണ്ടാകാറുണ്ട്. ഇതുകൂടാതെ അലോട്ട്മെൻറ്റുകളൊന്നും ലഭിക്കാത്ത നിരവധി വിദ്യാർത്ഥികളും PNC മാക്കിലുണ്ട്. അത്തരം വിദ്യാർത്ഥികൾക്കും അവരുടെ ഇൻഡെക്സ് പരിഗണിച്ചുകൊണ്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സാധ്യത വളരെയധികമാണ്. കഴിഞ്ഞ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 441 വരെ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് എൻ്റെ ഓർമ്മയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. സാധാരണ അലോട്ട്മെൻറ്റുകളൊക്കെ കഴിയുമ്പോൾ 420, 25 വരെയൊക്കെ ഇൻഡെക്സ് ഉള്ള വിദ്യാർത്ഥികൾക്കൊക്കെ PNC മാക്കിൽ ലഭിക്കാറുണ്ട്. ഇനി LBSൻ്റെ അലോട്ട്മെൻറ്റുകൾ എത്രയുണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. LBS പ്രാഥമികമായി 3 അലോട്ട്മെൻറ്റുകളാണ് ആദ്യം ഉണ്ടാവുക. അതിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ വന്നു കഴിഞ്ഞു. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് 1/9/2024 പ്രസിദ്ധീകരിക്കപ്പെടുക. അതിനുശേഷമാണ് കോളേജ് ജോയിനിങ് ഉണ്ടാവുക. 6 വരെ, അടുത്ത മാസം 6 വരെയായിരിക്കും കോളേജ് ജോയിനിങ് എന്നാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. അതായത് ഓരോ കോളേജിലും എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്നതിൻ്റെ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. അതിനുശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന അവസരത്തിൽ ഓപ്ഷൻ നൽകുന്നവരെ മാത്രമേ അത്തരത്തിൽ നടത്തപ്പെടുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ വർഷം 10ഓളം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. കൂടാതെ സ്പോട്ട് അഡ്മിഷനും LBSൽ നടത്തിയിട്ടുണ്ട്. അതായത് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്ന അവസരത്തിൽ ഓരോ ജില്ലയിലുമുള്ള LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ വിദ്യാർത്ഥികളോട് ഹാജരാകാൻ വേണ്ടി പറയുകയാണ് ചെയ്യുക. അങ്ങനെ ഹാജരാകുന്നവരിൽ നിന്ന് അവർക്കുള്ള ഇൻഡെക്സ് അനുസരിച്ച് അഡ്മിഷൻ നൽകുകയാണ് ചെയ്യുക. ആ സമയത്തും വേക്കൻസി ലിസ്റ്റ് സൈറ്റിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ ഒരു വിദ്യാർത്ഥിക്ക് ഹാജരായാൽ മതിയാകുന്നതാണ്. ഇതുകൂടാതെ SC ST അതുപോലെ തന്നെ OEC വിഭാഗം വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് പ്രത്യേക സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളും നടത്താറുണ്ട്. അത് ഓരോ വർഷത്തെയും വേക്കൻസിക്ക് അനുസരിച്ചായിരിക്കും അങ്ങനെ വരിക.